ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓപ്പാമ്പിൻ്റെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഓപ്പറേഷണൽ പാരാമീറ്റേഴ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സിൽ 5ാമത്തെ പാരാമീറ്ററാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇപ്പോൾ ഒരു ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ 2 ഇൻപുട്ടിലും കൊടുക്കുന്ന വോൾട്ടേജ് തമ്മിലുള്ള ഡിഫറൻസ് 0 വോൾട്ട് ആണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. That is, an ideal op-amp അല്ലെങ്കിൽ ideal operational amplifier would provide a 0 output voltage when 0 volt difference is applied to its input. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെ 0 ഡിഫറൻസ് വരുന്നില്ല, അല്ലെങ്കിൽ ആ ഇൻറ്റേർണൽ ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബാലൻസിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ഔട്ട്പുട്ടിൽ നമുക്ക് 0 വോൾട്ടായിട്ട് കിട്ടുന്നില്ല. കാരണം നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻവേർട്ടിങ്ങും മറ്റേത് നോൺ ഇൻവേർട്ടിങ്ങും ആണ്. അപ്പോൾ അത് രണ്ടും കൂടി പരസ്പരം ക്യാൻസലായി പോകേണ്ടതാണ്, ഔട്ട്പുട്ടിൽ 0 കിട്ടേണ്ടതാണ് അല്ലേ. അപ്പോൾ ആ ഒരു 0 വോൾട്ട് ഡിഫറൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് തമ്മിലുള്ള ഡിഫറൻസ് 0 ഒപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടതാണ്. ബട്ട് ദർ ആർ സം വോൾട്ടേജ് പ്രസൻറ്റ് അറ്റ് ദ ഔട്ട്പുട്ട് പ്രാക്ടിക്കലി. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് വി ഹാവ് ടു അപ്ലൈ സം ഓഫ്സെറ്റ് വോൾട്ടേജ്. അതിനാണ് ഈ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ദ വോൾട്ടേജ് ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ഡിഫറൻഷ്യലി ടു ദ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇൻപുട്ട് ഇൻ ഓർഡർ ടു മേക്ക് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സാക്ട്ലി 0. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരുന്ന ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ആ ഒരു ഓഫ്സെറ്റ് വോൾട്ടേജ്, അതിനാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ടു മേക്ക് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സാക്ട്ലി 0 വെൻ ദർ ഇസ് എ 0 വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട്. ഇനി ഈ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് അത് നമുക്ക് അപ്ലൈ ചെയ്ത് കണക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ആ നീഡ് കുറയ്ക്കാം ബൈ അപ്ലൈയിങ് റിലേറ്റീവ്ലി ലാർജ് എമൗണ്ട് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റിഡ്യൂസ് ദ വാല്യൂ ഓഫ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ദാറ്റ് നീഡ് ടു ബി അപ്ലൈഡ്. ഓർ വി ക്യാൻ യൂസ് ദ ഓഫ്സെറ്റ് നൾ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് പല ഓപ്പാമ്പുകളും യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓഫ്സെറ്റ് നൾ ഫെസിലിറ്റി. ഇങ്ങനെ ഒരു ഓഫ്സെറ്റ് ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത് നൾ ചെയ്യുന്ന ഫെസിലിറ്റി ഇൻറ്റേർണലി. ആൻഡ് ടിപ്പിക്കൽ വാല്യൂസ് ഓഫ് ദ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജസ് റേഞ്ച് ഫ്രം 1 millivolt to 15 millivolt. അപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിൻ്റെ റേഞ്ചാണ് 1 millivolt to 15 millivolt. ഇനി ഏതെങ്കിലും ഒരു സർക്യൂട്ടിനകത്ത് എ സി കപ്ലിംഗ് ആണ് കമ്പയർഡ് ടു ഡി സി കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്, എ സി കപ്ലിംഗ് ആണെങ്കിൽ ഈ ഒരു ഓഫ്സെറ്റ് വോൾട്ടേജ് അത്ര പ്രോബ്ലം വരാറില്ല എന്നും കൂടി ഓർക്കുക. സോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻസ് ഇൻ വോൾട്ടേജ് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എക്സ്ട്രാ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ഡിഫറൻഷ്യലി അപ്ലൈ ചെയ്യേണ്ടി വരുന്നു എന്നതാണ്. സോ 6th പോയിന്റ് അല്ലെങ്കിൽ 6th ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ അടുത്ത പാരാമീറ്ററാണ് ഫുൾ പവർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ പവർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ മാക്സിമം അൺഡിസ്റ്റോർട്ടഡ് പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ്, അതിൻ്റെ ആ മാക്സിമത്തിൽ നിന്നും 0.707 അത്രയും വാല്യൂയിലേക്ക് 70.7% അത് ഫോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഏത് ഫ്രീക്വൻസിയിലാണ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ മാക്സിമം അൺഡിസ്റ്റോർട്ടഡ് പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ് ഫോൾസ് ടു 0.707 ഓഫ് ഇറ്റ്സ് ലോ ഫ്രീക്വൻസി വാല്യൂ ഓർ DC വാല്യൂ. ദ സൈനസോയിഡൽ ഇൻപുട്ട് വോൾട്ടേജ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. ടിപ്പിക്കൽ ഫുൾ പവർ ബാൻഡ് വിഡ്ത്തിൻ്റെ വാല്യൂ ഓർത്തിരിക്കുക, 10 kHz മുതൽ 1 MHz വരെയാണ് വരുന്നത്. ഫോർ സം ഡിവൈസസ് ഓവർ 1 MHz വരെ വരാറുണ്ട്. യൂഷ്വലി ദ റേഞ്ച് ഈസ് ഫ്രം 10 kHz to 1 MHz. സോ ദ ഫുൾ പവർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ മാക്സിമം പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിംഗ് ഫോൾസ് ടു 0.707 ഓഫ് ഇറ്റ്സ് DC വാല്യൂ. ഇനി സ്ലൂ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്, പാരാമീറ്ററാണ്. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇക്വേഷൻ നോക്കുക, ഡെൽറ്റ വി ഔട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ ഡെൽറ്റ ടി അല്ലെങ്കിൽ DT എന്നൊക്കെ പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. സോ ദ സ്ലൂ റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് ടൈം.
വെൻ എ റെക്റ്റാങ്കുലർ സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് ടൈം. അതാണ് ഡെൽറ്റ വി ഔട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡെൽറ്റ വി ഔട്ടും ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം എന്നാണ്. ഈ ഒരു സ്ലൂ റേറ്റ് അത് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? സ്ലൂ റേറ്റ് പറയുന്നത് വെൻ എ റെക്റ്റാങ്കുലർ സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. So slew rate is measured in volt per second or volt per microsecond. Unit ഓർത്തിരിക്കുക, volt per second or volt per microsecond, and typical slew rate value 0.2 volt per microsecond to over 20 volt per microsecond. 0.2 volt per microsecond മുതൽ 20 volt per microsecond വരെയാണ്. So the slew rate imposes a limitation on the circuit in which large amplitude pulses rather than small amplitude signals are likely to be encountered. അപ്പോൾ കമ്പയർഡ് ടു സ്മോൾ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽസ് ലാർജ് ആംപ്ലിറ്റ്യൂഡ് പൾസസ് വരുന്ന സമയത്താണ് ഈ ഒരു സ്ലൂ റേറ്റ് സർക്യൂട്ടിലെ ഈ ഒരു ലിമിറ്റേഷൻസ് വരുത്തുന്നത്. സോ ഇറ്റ് ഈസ് മോർ പ്രോമിനൻറ്റ് ഇൻ ദ കേസ് ഓഫ് ലാർജ് വാല്യൂസ്. സോ നിങ്ങൾക്ക് ഇതിൽ കാണാം ഒരു ഇൻപുട്ട് വോൾട്ടേജ്, ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തേക്കുവാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ഈ കാണാം ഈ ഒരു സ്ലോപ്പ് വരുന്നത്, ആ സ്ലോപ്പാണ് ആക്ച്വലി എന്ത് വരുന്നത്? സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് സ്ലോപ്പ്. അതായത് ഡെൽറ്റ വി ഔട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി വിത്ത് ടൈം ഹൗ മച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും കൂടി ചേർത്ത് പറയാം. അതിനു മുമ്പ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ ഒരു പാരാമീറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. സോ എങ്ങനെയാണ് ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ, സ്ലൂ റേറ്റ്, അതൊക്കെ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. സോ ഓൾവേസ് ദ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഷുഡ് ബി വെരി ഹൈ. ഐഡിയലി ഇൻഫിനിറ്റ് ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഷുഡ് ബി വെരി ഹൈ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓപ്ഷനിൽ ഇങ്ങനെ കൊടുക്കും, ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് എങ്ങനെയാണ്, ഹൈ ആയിരിക്കണം, ലോ ആയിരിക്കണം, അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കും. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി വെരി ഹൈ, ഐഡിയലി ഇൻഫിനിറ്റ് ആണ്. ഇനി അടുത്ത് പറയുന്നത് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി വെരി ലോ. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി വെരി ഹൈ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി വെരി ലോ, ഐഡിയലി 0. Then full power bandwidth should be as wide as possible. Full power bandwidth as wide as possible. Then slew rate എന്ന് പറയുന്നത് large as possible. Then input offset should be as small as possible. Slew rate should be as large as possible. Input offset should be as small as possible. അപ്പോൾ ഇവിടെ നോക്കുക വാല്യൂസ്. വോൾട്ടേജ് ഗെയിൻ അതുപോലെ ഇൻഫിനിറ്റ് ആണ്. റിയൽ ആണെങ്കിൽ എത്ര വാല്യൂസ് വരുന്നതാണ് പറയുന്നത്. 1 lakh നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആണ്, 100 മെഗാ ഓം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 ആണ് ഐഡിയൽ, 20 ഓം ആണ് റിയൽ കണ്ടീഷനിൽ വരുന്നത്, പ്രാക്ടിക്കലി വരുന്നത്. ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റ് ആണ് ഐഡിയൽ കണ്ടീഷൻ, 2 മെഗാഹെർട്സ് ആണ് റിയൽ കണ്ടീഷനിൽ വരുന്നത്. അതിൻ്റെ ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നു, എന്നാലും ഒരു ആവറേജ് വാല്യൂ ഒരു നോർമലി ഉള്ളത് എടുത്തിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. സ്ലൂ റേറ്റ് ഇൻഫിനിറ്റ് ആണ്, റിയൽ ഓപ്പറേഷനിൽ വരുമ്പോൾ 10 volt per microsecond. ഇൻപുട്ട് ഓഫ്സെറ്റ് 0 ആണ് വേണ്ടത്, ബട്ട് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 5 millivolt ഇൻ പ്രാക്ടിക്കൽ കേസ്. A perfect rectangular pulse is applied to input of an operational amplifier. If it takes 4 milliseconds for the output voltage to change from -5 volt to +5 volt, determine the slew rate of the device. ഇവിടെ slew rate ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇക്വേഷൻ ഡെൽറ്റ വി ഔട്ട് ബൈ ഡെൽറ്റ ടി ആണ്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ വോൾട്ടേജ് ഈസ് ചേഞ്ചിങ് ഫ്രം -5 to +5. അപ്പോൾ അവിടുത്തെ ഡെൽറ്റ വി ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ചേഞ്ച് എത്രയാണ്? 5 - -5, അതായത് ഫൈനൽ വോൾട്ടേജ് മൈനസ് ഇനീഷ്യൽ വോൾട്ടേജ്. അപ്പോൾ +5ഉം -5ഉം ഉണ്ട്, ഡിഫറൻസ് എടുക്കുമ്പോൾ അത് ആഡ് ചെയ്ത് 10 volt എന്നാകും. ആൻഡ് ഡെൽറ്റ ടി അവിടെ ടൈം പറഞ്ഞിട്ടുണ്ട് 4 microsecond. അങ്ങനെയാണ് നമുക്ക് സ്ലീവ് റേറ്റ് 2.5 volt per microsecond കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി. എ വൈഡ് ബാൻഡ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഹാസ് എ സ്ലൂ റേറ്റ് ഓഫ് 15 volt per microsecond.
വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് തന്നാൽ അത് സ്ലൂ റേറ്റ് ആണ്. ഇഫ് ദ ആംപ്ലിഫയർ ഈസ് യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് വിത്ത് എ വോൾട്ടേജ് ഗെയിൻ ഓഫ് 20 and a perfect step input of 100 millivolt is applied to its input, determine the time taken for the output to change the level. ഇനി ടൈം ടേക്കൺ ഫോർ ദ ഔട്ട്പുട്ട് ടു ചേഞ്ച് ദ ലെവലാണ്, ഡെൽറ്റ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സ്ലൂ റേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ആൻഡ് വോൾട്ടേജ് ഗെയിൻ ആണ് തന്നേക്കുന്നത് 20, പെർഫെക്റ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഓഫ് 100 മില്ലി വോൾട്ട് തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ഡെൽറ്റ വി ഔട്ട് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് അല്ലെങ്കിൽ ഡെൽറ്റ വി ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഓഫ് 100 മില്ലി വോൾട്ട് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് പറഞ്ഞിട്ട്, അപ്പോൾ 100 ഇൻറ്റു എത്രയാണ് അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ വരുന്നത്. അപ്പം 20 ഇൻറ്റു 100, അപ്പോൾ എത്ര വരും, എത്ര മില്ലി വോൾട്ടാണ്, 2000 മില്ലി വോൾട്ടാണ്. അതായത് ഡെൽറ്റ വി ഔട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 2000 മില്ലി വോൾട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇത്ര വോൾട്ടേജ് ഗെയിൻ 20 വരുന്നുണ്ട്, ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന 100 ആണ്. അപ്പോൾ ഗെയിൻ ഇൻറ്റു ആ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നു. ഇനി റീഅറേഞ്ചിങ് ദ ഫോർമുല ഫോർ സ്ലൂ റേറ്റ് ഗീവ്സ് ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ വി ഔട്ട് ബൈ സ്ലൂ റേറ്റ്. അപ്പോൾ 2 വോൾട്ട് ഡിവൈഡ് ബൈ 15 വോൾട്ട്, അങ്ങനെയാണ് 0.133 മൈക്രോ സെക്കൻഡ്സ് എന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ലൂ റേറ്റിൻ്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് വരാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്സ് പഠിക്കാം. താങ്ക് യു.